എനിക്ക് ആ ഡീൽ ഇന്ന് തന്നെ വേണം. അവന്റെയൊക്കെ ദാരിദ്ര്യം കേൾക്കാൻ എനിക്ക് സമയമില്ല. പണമില്ലാത്തവന്റെ വാക്കിന് ഒരു വിലയില്ല. ഹേയ്, ഒരു സ്ട്രോങ് ചായ എടുക്ക്, വേഗം വേണം. ഇതെന്തൊരു ചായയാണ്? ഒരു ടേസ്റ്റും ഇല്ല. താൻ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടാണോ ജീവിക്കുന്നത്? സാറേ, അത് പറയേണ്ടത് ഇങ്ങനെയല്ല. പുള്ളി പ്രായമുള്ള ആളല്ലേ? ഓഹോ, പുതിയ ഉപദേശകൻ. തന്റെ കീറിയ ബാഗ് കണ്ടാലേ അറിയാം വലിയ നിലയിലുള്ള ആളാണെന്ന്. എന്നെ പഠിപ്പിക്കാൻ വരണ്ട. രാഘവേട്ടാ, ഇതാ പിടിച്ചോ എന്റെ ചായയുടെ പൈസ. ബാക്കി ആ സാറ് തരാത്ത പൈസ ഞാൻ നാളെ തരാം. എനിക്കിന്നൊരു വലിയ കമ്പനിയിൽ ഇന്റർവ്യൂ ഉണ്ട്. ജോലി കിട്ടിയാൽ ഉടനെ തരാം. വേണ്ട മോനെ, നിന്റെ കയ്യിൽ കാശില്ലെന്ന് എനിക്കറിയാം. നീ ആ ഇന്റർവ്യൂവിന് പൊക്കോ, ദൈവം നിന്നെ തുണയ്ക്കും. താനിരിക്ക്. തട്ടുകടയിൽ വെച്ച് എന്നോട് തർക്കിച്ച നിനക്ക് ഞാൻ ജോലി തരുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല സാർ, പക്ഷെ അവിടെ ഞാൻ സംസാരിച്ചത് ഒരു മനുഷ്യന് വേണ്ടിയായിരുന്നു. എന്റെ യോഗ്യത നോക്കി ജോലി തരികയോ തരാതിരിക്കുകയോ ചെയ്യാം, അത് സാറിന്റെ ഇഷ്ടം. ഹലോ ഡാഡി, ഞാൻ ഇന്റർവ്യൂവിലാണ്. വിഷ്ണു, ഇന്ന് നിന്റെ കമ്പനിയിലെ പുതിയ സെക്യൂരിറ്റിയുടെ വേഷത്തിൽ നമ്മുടെ ഓഫീസിന് മുന്നിലെ തട്ടുകടയിൽ ഇരുന്നിരുന്നു. നീ ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്നറിയാൻ. പക്ഷേ നീ എന്നെ നിരാശപ്പെടുത്തി. പണമില്ലാത്തവന് വിലയില്ല എന്ന് നീ പറഞ്ഞു. എന്നാൽ സ്വന്തം കയ്യിൽ പണമില്ലാഞ്ഞിട്ടും മറ്റൊരാൾക്ക് വേണ്ടി സംസാരിച്ച ആ ചായക്കാരന് പൈസ കൊടുക്കാൻ മനസ്സ് കാണിച്ച ആ രാഹുലുണ്ടല്ലോ, അവനാണ് ഈ കമ്പനിയുടെ പുതിയ മാനേജർ. ഓർക്കുക, പണമല്ല മനുഷ്യത്വമാണ് ഏറ്റവും വലിയ യോഗ്യത. നിങ്ങൾ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി കാത്തിരിക്കുക.